വിജയുടെ പുതിയ പാർട്ടി തമിഴക വെട്രിക്കഴകം. വിജയെക്കുറിച്ചുള്ള വലിയ ആരോപണങ്ങളിലൊന്ന് വിജയ് ഹൈന്ദവ വിരുദ്ധനാണ് എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ആരോപണം. പക്ഷേ ഈ വിജയ് ആദ്യത്തെ ഈ പാർട്ടിയുടെ സമ്മേളനം നടത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് കിട്ടുന്ന വിവരം, പൊതുസമ്മേളനം നടക്കുന്ന സ്ഥലത്ത് വിജയ് ഇന്ന് ഭൂമി പൂജ നടത്തുകയാണ്. ഭൂമി പൂജ ഹിന്ദു വിശ്വാസികളുടെ ആചാരപ്രകാരമുള്ള ഒന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഞാൻ ഹൈന്ദവ വിരുദ്ധനല്ല എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തണം, എനിക്കെതിരെയുള്ള ആരോപണങ്ങൾ തെറ്റാണ് എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കണം. അല്ല, അതുകൊണ്ടായിരിക്കും. കാരണം വെച്ചാൽ ഈ ഭൂമി പൂജ നടത്തുക എന്ന് പറയുമ്പോൾ അത് തമിഴ്നാട്ടിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും അത്ര ഇമ്പോർട്ടൻസ്, ഉത്തരേന്ത്യയിലൊക്കെ വളരെ സജീവമാണ്. നമ്മൾ നടത്താറുണ്ടല്ലോ, കേരളത്തിലുണ്ട്. ദ്രവീഡിയ മൂവ്മെന്റ്സിനിടത്ത് അത്ര ശക്തമല്ല. ഇങ്ങനെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സ്പേസ് എന്ന് വെച്ചാൽ AIDMKയുടെ ശിഥിലീകരണം കൊണ്ട് വന്നിട്ടുള്ള സ്പേസാണ്. അവിടെ ഭൂമി പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ MGR ദ്രവീഡിയൻ ആണെന്ന് വെച്ചാൽ ദ്രവീഡിയനാണ്, ഇന്ത്യൻ ആണെന്ന് വെച്ചാൽ ഇന്ത്യനാണ്, സനാതനാണെന്ന് വെച്ചാൽ സനാതനാണ്. ജയലളിത നല്ല വിശ്വാസിയാണ്, ഗുരുവായൂരൊക്കെ പോകും. ഇപ്പം അതിന് തന്നെയാണെന്ന് തോന്നുന്നു ഇപ്പോൾ അവിടെ മാർക്കറ്റ്. നിങ്ങളുടെ ഇന്റർനെറ്റിൽ യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ ഉള്ള ഈ ഓഞ്ഞ വിവരമില്ലാത്ത പയ്യന്മാരെ സാധനം നോക്കണ്ട. അവിടുത്തെ ഒരു മൂഡ് എന്ന് വെച്ചാൽ എൻ്റെ ദൈവവിശ്വാസത്തിന് നല്ല സ്വാധീനമുള്ള മൂഡാണ്. ഈ ദൈവവിശ്വാസം എൻ്റെ സ്വാധീനം വെച്ചാൽ ദൈവങ്ങൾ പ്രധാനപ്പെട്ട ആരാണ്? പണ്ടത്തെ കൊറ്റവെയ്യോ ഒന്നുമല്ല. അവിടുത്തെ ദൈവം എന്ന് വെച്ചാൽ മുരുകനും ഒക്കെയാണ്. ഈ ദൈവങ്ങളൊക്കെ അതിൻ്റെ ദ്രവീഡിയൻ നോർത്തിനാണ് ഇന്ന് ഹൈന്ദവ പാന്തിയോണിലേക്ക്, അതായത് സവർണ, ഒരു ഈ പറയുന്ന സവർണ സാംസ്കൃതിക് ട്രഡീഷനിലേക്ക് ആവാഹിക്കപ്പെട്ട ദൈവങ്ങളാണ്. ശരി, അപ്പം മുരുകനെ ശിവനുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്, കണ്ണവിയെ ദേവിയായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, കന്യാകുമാരിയിലാണെങ്കിൽ ദേവിയായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ ആ ഒരു സോക്കോൾഡ് നിങ്ങൾ ഈ പറയുന്ന പാൻ ഇന്ത്യൻ സാംസ്കൃത് ട്രഡീഷൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അത് തന്നെയാണ് ഗുരുവായൂരപ്പൻ. ഇപ്പം ശബരിമല ആണെങ്കിൽ പോലും ശബരിമലയിൽ 3 തരത്തിലുള്ള ദൈവസങ്കല്പം, 2 ദൈവസങ്കല്പവും ഒരു ചരിത്രവും കൂടിയാണ് ശബരിമല. അതായത് പണ്ടത്തെ അയ്യനാർ എന്നുള്ള ചോളന്മാരുടെ ഒരു കുലദൈവമുണ്ട്, പടയാളികളുടെ. 2 ശാസ്താവ് ഓൾ ഇന്ത്യ തരത്തിലുള്ളൊരു കോൺസെപ്റ്റാണ്. 3-മത്തത് മണികണ്ഠൻ എന്നുള്ള ചരിത്ര പുരുഷനുണ്ട്. അതാണ് ചീരച്ചിറ എന്നുള്ള സ്ഥലത്ത് പോയി അദ്ദേഹം ആലപ്പുഴയിൽ പോയിട്ട് ആയോധന വിദ്യ നടത്തിയിരുന്നു എന്നൊക്കെ പറയുന്നത്. ഈ 2 ദൈവസങ്കല്പങ്ങളെ ഒരു ചരിത്ര പുരുഷൻ്റെ സങ്കല്പമാണ് ഇത് ശബരിമല. ശബരിമല തമിഴൻ്റെ ഒരു പ്രധാനപ്പെട്ട ആരാധന കേന്ദ്രമാണ്. ശബരിമല ഇപ്പോഴത്തെ പൂജകൾ എന്ന് വെച്ചാൽ ബ്രാഹ്മണി ഈ സാംസ്കൃതിക് ട്രഡീഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. രാഹുൽ ഈശ്വരൻ്റെ വല്യച്ഛനും അമ്മമാരൊക്കെ ആണല്ലോ അവിടെ പൂജ നടത്തുന്നത്. അപ്പം തമിഴിൽ പ്രിഡോമിനൻ്റ്, അത് നിങ്ങൾ ഈ ഫേസ്ബുക്കിലൊന്നും കാണില്ല. ഇപ്പോൾ നമ്മൾ IAS IPS ഓഫീസർമാരെ പറ്റി പറയും, നന്നായി പണിയെടുക്കുന്ന ഒരുപാട് ഓഫീസർമാരുണ്ട്. അവരെ ഒന്നും നിങ്ങൾ ചാനലിലോ ന്യൂസിലോ ഒന്നും കാണുകയില്ല. അവരവരെ ജോലി കൃത്യമായി ചെയ്തു, അവരാണ് ഭൂരിപക്ഷം. ചില ആളുകൾക്ക് കുറച്ച് മീഡിയ ക്രൈസ് ഉണ്ട്, അപ്പോൾ അവരെന്തെങ്കിലും ഒച്ചപ്പുള്ളിയൊക്കെ, അപ്പോൾ നിങ്ങൾ മീഡിയ അതിൻ്റെ പിന്നാലെ പോകും. അതുപോലെയാണ് തമിഴ്നാട്ടിലെ അണ്ടർ കറന്റ് ആയിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു ഭക്തി ട്രഡീഷനാണ്. മലയാളിയുടെ ദൈവവിശ്വാസവും ദൈവത്തോടുള്ള മലയാളിയുടെ ആരാധനയൊക്കെ കാപട്യമാണ്. അത് ഉള്ളിന്ന് വരുന്ന ഒന്നല്ല, മഹാപുരുഷൻ ഉള്ളിന്ന് വരുന്ന ഒന്നല്ല. അവനവൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടൊന്ന് കൊടുത്തിട്ട് ഇങ്ങോട്ട് 10 മേടിക്കുന്ന പരിപാടിയാണ്. മറ്റേത് അതല്ല. തമിഴൻ്റെ കാലം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ശിവൻ പണ്ടൊരു കാട്ടാളനായി വന്നുകൊണ്ട് ഭക്തി പരീക്ഷിക്കുന്നുണ്ട്. അതുപോലെയാണ്. ഒന്നും വേണ്ട, എല്ലാം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടുള്ള തരം ഭക്തിയാണ്, അകമഴിഞ്ഞ ഭക്തിയാണ്. അപ്പം അതുപോലെയാണ് തമിഴൻ്റെ ഭക്തി, അത് ഉള്ളിന്ന് വരുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ പറയുന്നതിൻ്റെ മാതിരി ആൻറ്റി സാംസ്കൃതിക സാധനമൊക്കെ പറയാൻ മറ്റവരുണ്ടല്ലോ, DMK. അത് ഈ വിജയ് അധികം പറഞ്ഞിട്ട് കാര്യമില്ല. വിജയ്ക്ക് ഇപ്പം സ്കോപ്പ് കൂടുതൽ ഇവിടെയാണ്. അപ്പം അതുകൊണ്ടാണ് വിജയ് അപ്പം ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലൈൻ എടുത്തത് എനിക്ക് തോന്നുന്നു. ഈ ഭൂമി പൂജയിലും പന്തലിൻ്റെ കാൽനാട്ട് കർമ്മത്തിലും ഒക്കെ വിജയ് നേരിട്ട് പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഉണ്ട്, വിജയ് പങ്കെടുക്കും, നേരിട്ട് വരികയാണ്. വിജയ് പങ്കെടുക്കും. വിജയ്ക്ക് അതേ പ്രശ്നം. വിജയ് ബുദ്ധി കൊണ്ട് കളിക്കുന്ന ഒരാളാണ്. വിജയ് പേഴ്സണൽ ലൈഫിൽ ഇമോഷനാണ്. രാഷ്ട്രീയത്തിൽ അയാൾ ബുദ്ധി രാക്ഷസനാണ്. അച്ഛനാണ് അയാളുടെ ബുദ്ധി കേന്ദ്രം. അയാളെ സിനിമാ ലൈഫിൽ എല്ലാം തന്നെ അയാൾ പേഴ്സണൽ ലൈഫിൽ ഭയങ്കര ഇമോഷനാണെന്ന് വിജയം കേട്ടിട്ടുണ്ട്. പക്ഷെ സിനിമയിൽ അയാൾ ബുദ്ധിമാനാണ്. സിനിമയിൽ അയാൾ ഓരോ റോള് ചൂസ് ചെയ്യുന്നതിനൊക്കെയായിട്ട് ബന്ധപ്പെട്ട കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഓരോരോ ഘട്ടത്തിൽ അയാൾ അത്തരം റോളുകളെ ചൂസ് ചെയ്യുന്നു. ഭയങ്കര ഷാപ്പ് ബുദ്ധി. ദിലീപിനെ കൊണ്ടാകുന്നതിൻ്റെ കാര്യം അതുപോലെ തന്നെയാണ് സിനിമയിൽ ഈ രാഷ്ട്രീയത്തിലും അയാൾ. ഇതൊക്കെ പറഞ്ഞാൽ അടുത്തൊരു ഘട്ടം ഈ വിജയുടെ ഉള്ളിലൊരു ആൻറ്റി ഹിന്ദു സാധനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആൻറ്റി ഹിന്ദു അല്ല,
അതിലുപരിയായിട്ട് ഒരു പ്രോ ക്രിസ്ത്യൻ സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലേ വിജയ് ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഇവിടുത്തെ പല സിനിമാ താരങ്ങൾക്കും ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ പേരുകൊണ്ട് തിരിച്ചറിയും, ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് തിരിച്ചറിയില്ല. അവരൊന്നും ഇത് പറഞ്ഞുകൊണ്ട് വരാതൊന്നുമില്ല. ഇത് മോഡിക്കെതിരെയുള്ള ഞാൻ ജോസഫാന്ന് പറഞ്ഞു വരുന്നതിൻ്റെ ഒരു കൃത്യമായിട്ടൊരു ഐഡന്റിറ്റി പൊളിറ്റിക്സ് അവിടെ കടന്നു വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ തെലുങ്കാനയിലെ പല രാഷ്ട്രീയക്കാരും ക്രിസ്ത്യാനികളാണ്. അവരൊന്നും ഇപ്പോൾ ഐഡന്റിറ്റി പൊളിറ്റിക്സ് കളിക്കാറില്ല. പേര് കേട്ടാൽ അവർ ഹിന്ദുസ് എന്നേ നമ്മൾ വിചാരിക്കുള്ളൂ. അപ്പം പക്ഷേ അവിടെ ഈ പറയുന്ന പൊട്ടൻഷ്യൻ്റെ അവസ്ഥ നല്ല വളർച്ചയുള്ള സ്ഥലമാണ് തെലുങ്കാന മുഖ്യമന്ത്രിയൊക്കെ അവരെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടം എന്ന് വെച്ചാൽ വിജയാണ്. തമിഴ്നാട്ടിലും കിട്ടും. തമിഴ്നാട്ടിൽ ഈ പറയുന്ന ഈ ക്രിസ്ത്യൻ ഇത്തരം നവക്രിസ്ത്യൻ ചർച്ചുകൾ വളരെ പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്, പൊട്ടൻഷ്യൻ്റെ ഉൾപ്പെടെയുള്ള. അപ്പോൾ വിജയിലൂടെ ഒരു കൾച്ചറൽ സ്പിയറിലേക്ക് അവർക്കൊരു എൻട്രൻസ് കിട്ടി. ഇനി പൊളിറ്റിക്കൽ സ്പിയറിലും കൂടി കിട്ടുമ്പോൾ ആ പ്രോസസ്സ് വളരെ എളുപ്പമാവും. അപ്പോൾ ഇതിനെ എളുപ്പമാക്കുന്ന ഒരു രാസത്വരകമാണ്. അതായത് തമിഴ്നാട്ടിലെ ഈ ക്രൈസ്തവവൽക്കരണം, ഞാൻ ആ മതത്തിൻ്റെതായി ഇതൊരു വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ നവചർച്ചുകൾ നമ്മൾ പറയാം, ഇവാഞ്ചലിക്കൽ ചർച്ച്, അത്തരം ചർച്ചുകളുടെ വളർച്ചയെ സ്പീഡിലാക്കുന്ന ഒരു രാസത്വരകമാണ് വിജയ്. അതുകൊണ്ട് വിജയുടെ പിന്നിൽ അങ്ങനത്തെ ഫണ്ടും വരുന്നുണ്ടാവും. രണ്ട്, മോഡിക്കെതിരെയുള്ള ഈ മുസ്ലിം ജിഹാദി എലമെൻസുകളുടെ അവർക്ക് റാലി ചെയ്യാം. മോഡിക്കെതിരെ ആര് വന്നാലും അവർ റാലി ചെയ്യും. അവർക്ക് എന്താണ് കൃത്യ പൊളിറ്റിക്സ് എന്നറിയില്ല. മോഡി പണ്ട് ഗുജറാത്ത് കലാപം ഉണ്ടായ സമയത്ത് മോഡിയായിരുന്നു മുഖ്യമന്ത്രി. മോഡിയാണ് അതിൻ്റെ പിന്നിലൊന്നും ധാരണ. പിന്നെ RSS എന്ന് വെച്ചാലാണ് മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് വിചാരിച്ച് നടക്കുകയാണ്. എന്താണ് ഇതിൻ്റെ റിയാലിറ്റി എന്ന് പോലും കൃത്യമായിട്ട് അറിയാത്ത ആളുകളാണ്. അവരുടെ സപ്പോർട്ടും കൂടി വിജയിക്കുന്നുണ്ടാവും. പക്ഷെ അത് കിട്ടിയോണ്ട് കാര്യമില്ല. അധികാരം കിട്ടണമെങ്കിൽ ഹിന്ദു വോട്ട് കിട്ടണം. വിജയുടെ മഹാഭൂരിപക്ഷം ഫാൻസും ഹിന്ദുക്കളാണ്. അപ്പോൾ അവരടന്നു പോകാതെ നോക്കണം. അതിന് വേണ്ടിയുള്ളൊരു ശ്രമമാണ്. വിജയ് വെറുതെ അങ്ങ് രാഷ്ട്രീയത്തിൽ വന്നല്ല എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു. വിജയിന് പിന്നെ വളരെ കൃത്യമായ റിലീജിയസ് അജണ്ടയുണ്ട്. ഇത് വേറൊരാളെ പറ്റി വിജയ് സ്പോൺസർ ചെയ്താണെന്നാണ് പറഞ്ഞത്. വിജയൻ അങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന വിജയുടെ അച്ഛന്റെ ബുദ്ധിയാണ് ഇതിന്റെ കേന്ദ്രം. ഹി വാസ് എ കമ്മ്യൂണിസ്റ്റ്. അച്ഛൻ മാത്രമാണോ അതോ അച്ഛനെ പിന്നിൽ മറ്റാരെങ്കിലൊക്കെ ഉണ്ടാവും. വിജയ് സ്വന്തം ആഗ്രഹമോ ഇഷ്ടമോ അല്ലെങ്കിൽ വിജയ് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. രാഷ്ട്രീയത്തിൽ ഇറങ്ങി ജനങ്ങളെ സേവിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്തല്ല. അതൊക്കെ ഉണ്ടാവും. അതിന്റെ കൂടെ ഇങ്ങനെ ഒരു അഡീഷണൽ ബഗേജ് കൂടി വിജയ്ക്ക് ഡെലിവർ ചെയ്യാനുണ്ട്. അത് നിങ്ങൾ അവിടെ നോക്കിയാൽ മതി. അവിടെ ഈ പറയുന്ന സോക്കോൾഡ് ഇവാഞ്ചലിക്കൽ ചർച്ചിൻ്റെ വളർച്ച സൗത്ത് ഇന്ത്യയിൽ ആ ഒരു ബെൽറ്റിൽ, അതായത് എസ്പെഷ്യലി ആന്ധ്ര, തെലുങ്കാന, തമിഴ്നാട് ബെൽറ്റിൽ അവരുടെ വളർച്ച എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറമാണ്. ആ വളർച്ചയാണ്. പക്ഷെ അതൊരു തെലുങ്കാനയിലൊന്നും അവർ ആ രീതി ഉയർത്തി കാണിക്കും. വിജയ് വളരെ കൃത്യമായിട്ട് ഉയർത്തി കാണിക്കുന്നുണ്ട്. ഞാൻ ഇന്ന മതത്തിൽപ്പെട്ട ആളാണ്. അത് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് വിജയ് പോകുന്നത്. അപ്പോൾ വിജയിനെ പോലെ ആൾ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇപ്പം മമ്മൂട്ടി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മുസ്ലിംസിനോട് സ്നേഹം തോന്നില്ലേ? മമ്മൂട്ടി മുസ്ലിം ആണോ എന്ന് അതുകൊണ്ട് മാത്രമല്ല, മമ്മൂട്ടിയുടെ ക്യാരക്ടർ മമ്മൂട്ടി എന്ന സ്റ്റാറിലൂടെ നമുക്ക് മുസ്ലിംസിനോട് വെറുപ്പുണ്ടെങ്കിൽ മമ്മൂട്ടിനെ കാണുമ്പോൾ അത് ചിലപ്പോൾ കുറയും. ഇങ്ങനെ വിജയ്ക്ക് ആക്ട് ചെയ്യാൻ പറ്റും. ഈ മുസ്ലിംസിനെ പോലെ മുസ്ലിംസ് ഇപ്പം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കൺവേർഷൻ ഒന്നും കാര്യമായിട്ട് നടത്തുന്നില്ല. ആകപ്പാടെ ഈ ദുആ ഗ്രൂപ്പുകാർ ഇങ്ങനെയുള്ള ആളുകളാണ് കുറച്ച് കൺവേർഷൻ നടത്തുന്നത്. പക്ഷേ ഒന്നവർക്ക് ഫണ്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അത് വലിയ വർഗീയ കലാപങ്ങൾ ഉണ്ടാകും. മീനാക്ഷിപുരം കലാപത്തോട് കൂടിയിട്ട് അവർ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. പക്ഷേ ക്രിസ്ത്യൻസിൻ്റെ ഈ പറയുന്ന ഇവാഞ്ചലിക്കൽ ചർച്ചിൻ്റെ കൺവേർഷൻ വളരെ സ്ലോ ആണ്. ഇതാരും കാണുന്നില്ല. ഇവർ വലിയ ചടങ്ങായിട്ടൊന്നും നടത്തില്ല. പക്ഷെ ആ പ്രോസസ്സ് കണ്ടിന്യൂസ്. പിന്നെ ഫണ്ട് ഇഷ്ടംപോലെ വരും. പിന്നെ CIA ഉൾപ്പെടെയുള്ള ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചാര സംഘടനയുടെയൊക്കെ സഹായം കിട്ടും. പിന്നെ ബേസിക്കലി ഒരു വെസ്റ്റേൺ ഓറിയന്റഡ് മൂവ്മെൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ ആ അത് വളരെ ശക്തമാണ്. പക്ഷെ അതിനെ കൂടുതൽ ജനകീയമാക്കണമെങ്കിൽ എന്ത് വേണം? ആ ഒരു പോപ്പുലർ സ്റ്റാർ വേണം. ആ പോപ്പുലർ സ്റ്റാറാണ് വിജയ്. ഈ പാർട്ടി പ്രഖ്യാപിച്ച സമയത്തൊക്കെ നമ്മൾ വിചാരിച്ച ജാതി മത ശക്തികളെയൊക്കെ എതിർക്കും എന്നാണ് വിജയ് പ്രഖ്യാപിച്ചത്. ജാതി മത വിഭജന ശക്തികളെ എതിർക്കാൻ പറ്റും. അതായത് DMK പോലെ ആണ് വിജയുടെ റൂട്ട് എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അതിൽ നിന്നൊക്കെ മാറിയില്ല. അത് ആദ്യം എന്ന് വെച്ചാൽ DMK അത്ര പെട്ടെന്ന് എതിർക്കാൻ പറ്റില്ല. DMK കുറച്ചുകൂടി സംഘടിതമാണ്, ഐഡിയോളജിക്കലി സ്ട്രോങ്. അവിടെ CPM കൂടെ വന്നതിൻ്റെ കാര്യം ലീഡർഷിപ്പിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ സംഘടന സംവിധാനം സ്ട്രോങ്. മറ്റേ അതല്ലേ, വ്യക്തി കേന്ദ്രീകൃതമായ പാർട്ടിയാണ്.
അവിടെയാണ് സ്പേസ് ഉള്ളത്. ആ സ്പേസിലേക്ക് ചാരി നിന്നുകൊണ്ട് DMK മുന്നോട്ട് വെക്കുന്ന ആന്റി മോഡി അതൊക്കെ വെറുതെ മുന്നോട്ട് വെക്കുന്നത്. DMK ആണ് BJP പ്രധാനമന്ത്രി ആക്കിയത്, അതൊക്കെ പോട്ടെ. ഈ അഭിനയിച്ച് കാണിക്കുന്ന ആന്റി മോഡി ആന്റി ഹിന്ദുത്വ സാധനത്തെ കൂടി അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഒരു ദ്രവീഡിയൻ, അതേസമയം തന്നെ ഈ പറഞ്ഞ പൂജകളെ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദ്രവീഡിയൻ മൂവ്മെന്റ് ആയിട്ട് വരാനാണ് വിജയ് ഉദ്ദേശിക്കുന്നത്. അത് അഴിമതി കുറച്ചുകൊണ്ട്. ദ്രവീഡിയൻ മൂവ്മെന്റ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ സ്വജനപക്ഷപാതം അഴിമതിയാണ്. DMK സ്വജനപക്ഷപാതമാണ്, നെപ്പോട്ടിസമാണ്. അപ്പം അതില്ലാത്ത ഇപ്പോൾ യൂത്തിന് എന്തുകൊണ്ട് ഈ മൂവ്മെന്റ് ഏറ്റവും വലിയ ക്രിറ്റിസിസം നിങ്ങൾ യൂത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് അഴിമതിയാണ്, രണ്ടാമത്തത് നെപ്പോട്ടിസമാണ്. ഇത് രണ്ടും ഇല്ല എന്നുള്ളതാണ് വിജയുടെ ഹൈലൈറ്റ്. പക്ഷേ വിജയുടെ പിന്നിൽ വേറെ ശക്തികളുണ്ട്. വിജയ് ഒരു ദിവസം കൊണ്ട് അങ്ങനെ വളരെ നിഷ്കളങ്കമായി വളർന്നു വന്നതല്ല. ഒരു ലാർജർ പൊളിറ്റിക്കൽ ഗെയിം പ്ലാനിന്റെ ഭാഗമാണ് വിജയ്. ശരിക്കും ഇപ്പോഴും മനസ്സിലാക്കി വിജയ് എന്തുകൊണ്ടാണ് ഈ പാർട്ടി തമിഴ് പേര് കൊടുത്തത്. കാരണം വിജയ് കേരളത്തിൽ നല്ല ഫാൻ ബേസ് ഉള്ള ആളാണ്. കേരളത്തിൽ ഒരു പക്ഷേ മമ്മൂട്ടി മോഹൻലാലും കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ആൾ വിജയ്. നല്ല ഫാൻസ്. വിജയ് ഒരു കേരളത്തിലും കൂടി സ്വീകാര്യമായ ഒരു പേരെ കട്ടിയിരുന്നെങ്കിൽ ഇവർ പലരും വിജയിന്റെ പാർട്ടി ചേരുകയും ചെയ്യും. വിജയ്ക്ക് വേണ്ടി ചാവ നടക്കുന്ന ആമ്പിള്ളേരും പെമ്പിള്ളേരും എനിക്കറിയാം, ചാവ നടക്കുന്നു. പക്ഷെ വിജയ് അത് ചെയ്യാതെ തമിഴ് പേര് കൂടെ തമിഴ്നാട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തത് എനിക്കത് ചിലപ്പോൾ അത് തമിഴനുമായിട്ട് കൂടുതൽ ഒരു മാനസിക ഐക്യപ്പെടലിന്റെ ഭാഗമായിരിക്കും. ഇവിടുത്തെ അൻവറിനെക്കാട്ടും വലിയ വെല്ലുവിളിയാണ് വിജയ് ഉദ്ദേശിച്ചാൽ.